നീ എന്താ മാനേജർ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഫയലൊക്കെ ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു, അതെടുക്കാൻ വേണ്ടി കയറിയതാ. എന്നിട്ട് ഫയൽ എവിടെ? ഫയൽ അതിനകത്ത് അതെടുക്കാത്ത? അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഇന്നലെ തന്നെ ഡാറ്റസ് ഒക്കെ എൻ്റർ ചെയ്തായിരുന്നു. ഓ അങ്ങനെയായിരുന്നു. എന്താ? അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. രാകേഷ് എന്താ ഇന്ന് ലേറ്റ് ആയിട്ട് വന്നേ? ഞാൻ ലേറ്റ് ആയിട്ടാണോ വന്നെന്ന്? എന്നും വരുന്നതിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി. മീര ഒരു 10 മിനിറ്റ് അല്ലേ, അതിലൊക്കെ എന്താ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല രാകേഷ്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണ്ടേ, അല്ലാതെ ഉഴപ്പന്മാരാവാൻ പാടുണ്ടോ? ഞാനെപ്പോഴും അല്ല, ഇന്ന് 10 മിനിറ്റ് ലേറ്റായി, നാളെ 20 മിനിറ്റ്, പിന്നെ ഹാഫ് ഡേ, ഫുൾ ഡേ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഫീസിന്റെ കാര്യം എന്തായിരിക്കും? എന്തായിരിക്കും? ആകെ കുഴഞ്ഞു മറിയില്ലേ? മറിയൂ പിന്നെ അല്ലാതെ. പിന്നെ കാലും കൈയും വിട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ രാകേഷ്? ശരിയാണ്. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ മീര പറഞ്ഞു തരുന്നത്? കൃത്യമായി ഓഫീസിൽ വരണം, കൃത്യനിഷ്ഠ പാലിക്കണം, ബാക്കിയൊക്കെ പിറകെ വന്നോളൂ. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്. മീരയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഞാൻ ശ്രമിച്ചോളാം. ഗുഡ് ബൈ. ശേ, ഞാൻ എത്ര അലസമായിട്ട് എൻ്റെ ജീവിതം തള്ളി നീക്കി. മോശമായി. അല്ല ആ വിഷയമല്ലല്ലോ ഞങ്ങൾ സംസാരിച്ച്. അവളതൊരു കൃഷ്ണ സാറിൻ്റെ ക്യാബിനിൽ കയറിയെന്നല്ലേ? ഓഹോ, അപ്പോൾ അവളത് മനഃപൂർവ്വം മാറ്റിയതാ അല്ലേ? അവൾ വിഷയം മാറ്റം എടുക്കത്തിയാ. കാണിച്ചേരാ. ഹലോ സാർ. അതെല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് സാർ. ഇല്ലില്ല, അതിലൊന്നും ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ അപ്ഡേറ്റ് എല്ലാം കൊടുത്താണ് സാർ. അതെ, കൊടുത്തു. ഓക്കെ സാർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ വിളിച്ചാൽ മതി. സാർ അപ്പോൾ ഞാൻ ഓക്കെ സാർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ഫോണിൽ സംസാരിക്കാറില്ല. എടാ അതൊക്കെ ഞാൻ കണ്ടു. എടാ ഇതിലും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ ഞാൻ വന്നത്. എന്ത് കാര്യം? കാറ്റഗറിയിൽ ബിസ്ക്കറ്റ് തീർന്നു, ടീ ബാഗ് തീർന്നു, ഇതൊക്കെയല്ലേ നിനക്ക് പറയാനുള്ളത്? എടാ ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് എത്തിക്കണേ. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എത്ര ബുദ്ധിമുട്ടിന്ന് അറിയോ? ഒന്നും പേടിക്കണ്ട, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സാറ് പോയി ജോലി ചെയ്തു. ശരി. എടാ ഞാനിത് സംസാരിക്കാനല്ല വന്നേ, വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യം? എടാ ഈ ഓഫീസിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞ ഒരുമാതിരി ക്ലീശ ചളി കോമഡി ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നീ ഒന്ന് പറയും കേക്കട്ടെ. എടാ ആ മീരല്ലേ എന്തൊക്കെയോ ഉടായ്പ ഇവിടെ കാണിച്ചു കൂട്ടുന്നു. ഉടായ്പിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നിന്നെക്കാൾ യോഗ്യതകൾ ആരും ഈ ഓഫീസിലില്ല. അതുകൊണ്ട് കേക്കട്ടെ. എടാ അവൾ ഇന്ന് രാവിലെ കൃഷ്ണ സാറിന്റെ ക്യാബിനിൽ ഇറങ്ങിയത് ഞാൻ കണ്ടടാ. എടാ അതിനെന്താണ് കുഴപ്പം? വല്ല ഫയൽ എടുക്കാൻ പോയതായിരിക്കും. ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ സാറിന്റെ ക്യാബിനിൽ ഇരിക്കുന്നത്. എടാ നീ അതിനങ്ങനെ നിസ്സാരാക്കി കാണേണ്ട ആവശ്യമില്ല. ഞാനും ആദ്യം അങ്ങനെ തന്നെയൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ അവളുടെ കയ്യിൽ ഫയലില്ലടാ. അപ്പൊ കയ്യിലുള്ള ഫയൽ അകത്ത് വെക്കാൻ പോയതായിരിക്കും. എടാ അങ്ങനെ അങ്ങ് പിന്നെ അവൾ എന്തിനാ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത് ഫയൽ എടുക്കാൻ പോയതാണ്? അത് നിനക്ക് തന്നെ അങ്ങ് ചോദിച്ചാൽ പോരെ? എടാ ഞാനത് ചോദിച്ചതാടാ. അവൾ കൃഷ്ണ സാറിൻ്റെ ക്യാബിനിൽ കയറിയത് ഫയൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് അവൾ ഓർത്തത് അത്രേ ആ ഡേറ്റ് ഒക്കെ അവൾ ഓൾറെഡി എൻ്റർ ചെയ്തതാണ്. അതുകൊണ്ടാണ് അവൾ ഫയൽ എടുക്കാണ്ട് വന്നതെന്ന്. വൃത്തിയായിട്ടുള്ള മറുപടിയാണല്ലോ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? നിനക്കിതിലൊരു പ്രശ്നം തോന്നുന്നില്ല? എൻ്റെ പൊന്നളിയ എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി അവൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തിനു പ്രശ്നം തോന്നണം? എടാ എനിക്ക് അവളെ ബോഡി ലാംഗ്വേജിൽ നല്ല സംശയമുണ്ട്. ഞാൻ കുത്തി ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ലടാ. അവൾ വിഷയം മാറ്റി കളഞ്ഞടാ. എന്ത് വിഷയമാണ് മാറ്റിയത്? എടാ ഞാനിന്ന് 10 മിനിറ്റ് താമസിച്ചു വന്നില്ലേ, അത് അവൾ എടുത്തിട്ടാണ്. ഇങ്ങനെയൊക്കെ താമസിച്ചു വന്നാൽ എന്ത് ചെയ്യും? അതേപോലെ കൃത്യസമയത്ത് ഞാൻ ഓഫീസിൽ വരണം, ജോലി എടുക്കണം എന്നൊരു ഉപദേശവും. പക്ഷേ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതേടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം നിനക്ക് ഒരു സംശയം തോന്നില്ലേ? എനിക്ക് ഒരു സംശയം തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഉറപ്പുണ്ട് അവൾ മെഡിക്കാണ്. അവൾ നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് തന്നെ ആയിരിക്കും. ആനക്കാര് പറയുമ്പോൾ അവൻ്റെ ഒരു ചേനക്കാര്. എടാ അവൾ പറഞ്ഞാൽ എന്താണ് തെറ്റ്? നീ ഇങ്ങനെ ഓഫീസിൽ കൃത്യസമയത്ത് വരാണ്ട് മുങ്ങി നടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കമ്പനിക്ക് നഷ്ടമല്ലേ? ഇപ്പം തന്നെ നോക്ക്, കൃത്യമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് കുത്തി ചോദിച്ചു. നീ എൻ്റെ സമയം കളഞ്ഞു, നിന്റെ സമയം കളഞ്ഞു. ഇതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊക്കെ തന്നെയല്ലേ അവളും ചോദിച്ചു. എടാ അപ്പോൾ നീ പറയുന്നത് അവൾ പെർഫെക്റ്റ് ഓക്കെ ആണെന്നോ? അല്ലാതെ പിന്നെ എടാ തെളിവടക്കം ഞാൻ അവളെ പൊളിച്ചു തന്നാ നീ വിശ്വസിക്കൂ? അവൾ ഈ ഓഫീസിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതിൽ എന്തെങ്കിലും തെളിവും കൊണ്ട് നീ വന്ന അപ്പം തന്നെ അത് പരിഗണിക്കും. പിന്നെ ഒരു കാര്യമില്ല, ഈ ഓഫീസിലല്ലാത്ത മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും നീ താങ്ങി പിടിച്ചിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ
എൻ്റെ പൊന്നു രാകേഷ്, അത് നിനക്ക് തന്നെ പറയാം. ശരി എടാ, ഇത് ഞാൻ തെളിയിക്കും. പിന്നെ ഇതിപ്പോൾ എൻ്റെ ആവശ്യമായി പോയല്ലോ. ഇനി ഇത് തെളിയിക്കാതെ എനിക്ക് വിശ്രമിക്കണം. അളിയ ഒരു കാര്യം, ഇന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വേണം നിന്റെ പുറകെ നടക്കാൻ, കേട്ടല്ലോ? ഓ ബ്രാ. ആ ഓക്കോ. അവന് തെളിവ് കൊടുക്കണം. അത്ര തെളിവ്. ആ, അവന് തെളിവ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഒരുവിധം വർക്കൊക്കെ ഒതുങ്ങി. ഇനി കുറച്ചു നേരം വിശ്രമിക്കാം. അതൊക്കെ ഇവിടെ ആയതുകൊണ്ട് നടക്കുന്നു. ആവശ്യത്തിന് പണിയെടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വിശ്രമം വേണം. അല്ലാതെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ എന്താ വല്ല റോബോട്ടാണ്? പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇവിടെ എത്ര പണി എടുത്തു കഴിഞ്ഞാലും ക്രെഡിറ്റ് വല്ലവരും കൊണ്ടുപോകും. ഇതങ്ങനെ പറഞ്ഞത്? ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ഇവിടെ ആരും കൊണ്ടുപോകാനാ? ആ മനുവും രാകേഷും തന്നെ. നമുക്ക് നേരിട്ട് മാനേജ്മെന്റുമായിട്ട് യാതൊരു ഇടപെടലും ഇല്ലല്ലോ. നമുക്ക് പണി തരുന്നതും ഇവരാണ്, നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതും അവർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പണി എടുക്കുന്നുണ്ട് എന്നുള്ളത് മാനേജ്മെന്റ് എങ്ങനെ അറിയും? അല്ല, അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഏറ്റവും താഴത്തെ ലെവലിലുള്ള എംപ്ലോയീസ് അതിന് തൊട്ട് മുകളിലുള്ള ആൾക്കാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, അവർ അതിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക്. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും. ഇവിടെ ആകെ 4 ജോലിക്കാരാണ് ഉള്ളത്. എല്ലാരും കൂടി ഒരു ടീം വർക്ക് എന്നുള്ള നിലയിലല്ലേ മാനേജ്മെന്റ് അറിയേണ്ടത്. അല്ലാതെ 2 പേര് വർക്ക് ചെയ്യുന്നു, 2 പേര് ക്രെഡിറ്റ് എടുക്കുന്നു, നല്ലതല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഉണ്ടായെങ്കിലോ? എന്ത്? പ്രതിഷേധിക്കണം, ശക്തമായി പ്രതിഷേധിക്കണം. സമരം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സമരവും ചെയ്യണം. അർഹിച്ച അംഗീകാരം കിട്ടുന്നത് വരെ സമരം ചെയ്യണം. എന്തേ, നമ്മൾ ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഓ മൈ ഗോഡ്, നമ്മുടെ ഓഫീസിൽ വിപ്ലവം കൊണ്ടുവരാനുള്ള പ്ലാൻ. ഇവള് ചാര തന്നെ. നമ്മുടെ കമ്പനീനെ തകർക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റർ കമ്പനി വെച്ച ചാര. വെറുതെ അല്ല, ഇവള് കൃഷ്ണ സാറിൻ്റെ ക്യാബിൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്താനായിരിക്കും. നിന്റെ വിപ്ലവമൊന്നും ഇവിടെ നടക്കില്ല. രാകേഷ് ചവിട്ടി മതി. ആഹാ, ഈ രാകേശ്വരാണേ, ഞാൻ കാണിച്ചു തരാം. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ എന്താ? ഒന്നുമില്ലാത്തതുകൊണ്ടൊക്കെ. കുറെ നേരം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ആവശ്യമില്ലാത്തൊരു നടത്തം. അത് ഞാൻ വെറുതെ ഇവിടെ അങ്ങനെ നടന്നു. എന്തേ, ജോഗിങ് ചെയ്യാൻ മറന്നുപോയോ? ഞാൻ ജോയിൻ ചെയ്യാൻ മറന്നു. വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ ഇതിലൂടെയൊക്കെ നടന്ന് ശരിയാക്കാന്ന് വിചാരിച്ചു. വെറുതെ ഉള്ള നടത്തമായിട്ട് തോന്നിയില്ല, അതാ ചോദിച്ചത്. സത്യമായിട്ടും ഞാൻ വെറുതെ നടന്നു. എന്താണ് രണ്ടുപേരും കൂടി? നമ്മുടെ രാകേഷിനെ ഓഫീസിന്റെ ഉള്ളിൽ ഒരു ജോഗിങ് ഒക്കെ നടത്താൻ ഒരു മോഹം. ജോഗിങ്ങോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അങ്ങനെ അങ്ങ് പോകാതെ രാകേഷ്, നമുക്ക് ഇത്തിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ മീര? ഉണ്ട്. രാകേഷ് ഇതുവരെ ഓഫീസിൽ നിന്ന് ജോഗിങ് ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, മായ കണ്ടിട്ടില്ലെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും രാകേഷ്. എന്തെന്ന്? അല്ല, രാകേഷ് ഓഫീസിൽ നിന്ന് ജോഗിങ് ചെയ്യുന്നത് മായ കണ്ടിട്ടില്ലെന്ന്. മീര വെറുതെ തമാശക്കല്ലേ? മീരയ്ക്കല്ല കാണേണ്ടത്, എനിക്കാ കാണേണ്ടത്. ഒന്ന് നടന്ന് കാണിക്കുക രാകേഷ്, പ്ലീസ് പ്ലീസ്. അയ്യേ, നിങ്ങൾക്കൊക്കെ എന്തിനാ കുഴപ്പത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. രാകേഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ. ഒന്ന് നടന്ന് കാണിക്കുക രാകേഷ്. എന്ത് കുഴപ്പം? അല്ല, സ്ഥിരമായി ഒരേ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായും പല കുഴപ്പങ്ങളും സംഭവിക്കാമല്ലോ. എന്ത് കുഴപ്പം? വല്ല കുരുവോ മറ്റൊക്കെ. ഓ ഓ, എനിക്കൊരു കുരുവില്ല. ഇനി നിങ്ങൾ രണ്ടുപേരായിട്ടേ എനിക്ക് കുരു ഉണ്ടാക്കി തരാൻ ഞാൻ മതി. ഉറപ്പല്ലേ രാജേ? ഉറപ്പാണ്. ഓക്കെ, എന്നാ വന്നതുപോലെ തന്നെ തിരിച്ചു പോക്കോ. എന്തെങ്കിലുമൊക്കെ പണി കാണുമല്ലോ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്നെ രണ്ടുപേർക്ക് ശരിക്കും അറിയാം. ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കും.
നീയായിരുന്നു. പിന്നെ ആരായിരിക്കുന്നതാണ് സാറ് കരുതിയത്? വേറെ ആരും ഞാൻ വിചാരിച്ചിട്ടില്ല, നിന്നെ തന്നെ വിചാരിച്ചോളൂ. ഞാൻ നേരത്തെ നിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് പറഞ്ഞു? ജോലി ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വിളച്ചിലെന്ന് പറഞ്ഞില്ലേ? എടാ അതിന് ഞാൻ ഇവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ആ മീര വെറുതെ അവളുടെ ചെയറിലിരുന്ന് ആകാശത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യുന്നതും കൊള്ളാം, അതിനെ ന്യായീകരിക്കുന്നു. എടാ നീ പറയുന്ന എല്ലാം കൂടി സമ്മതിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ എന്താണ് നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ നീ ഒന്നും മനസ്സിലാക്കുന്നില്ല, അത് തന്നെ എൻ്റെ പ്രശ്നം. ഒരു മിനിറ്റ്, നീ ഇത് നോക്ക്. ഇത് മീരയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അല്ലേ? എടാ അവള് പിന്നെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നോക്ക്. വിവാ റെവല്യൂഷൻ, വിപ്ലവം ജയിക്കട്ടെ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? അവൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന് മനസ്സിലായി. എടാ മീരയുടെ രാഷ്ട്രീയം നമ്മുടെ ഓഫീസ് തകർക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ക്യൂബയിലെ നമ്മുടെ കോമ്പറ്റീറ്ററാണ് ഇവർക്ക് ഫണ്ട് ഇവിടെയൊക്കെ ഇറക്കുന്നത്. അവൾ നമ്മളെ കമ്പനി പൂട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഒരു 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കും, റെസ്റ്റ് എടുക്കടാ. നീ ഓഫീസിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നീ വരാതിരിക്കുന്നതാണ് നല്ലത്. എടാ നീ എന്നെ ഒരുമാതിരി ഭ്രാന്തനാക്കാൻ ശ്രമിക്കരുത്. അതെടാ ഞാനൊരു ഭ്രാന്തൻ തന്നെയാണ്, സത്യം തേടി പിടിച്ചലയുന്നൊരു ഭ്രാന്തൻ. പിന്നെ ഈ ഭ്രാന്തന് ചങ്ങലക്കിടാന്ന് നീ വിചാരിക്കേണ്ട. അതിന് മാത്രം വിലയുള്ള ചങ്ങലൊന്നും എവിടെ ഇല്ലടാ. കേട്ടുന്നോ? ഇത് നെല്ലിക്ക തളത്തിലൊന്നും നിൽക്കില്ല, അതിലും കൂടി എന്തെങ്കിലും പ്രയത്നം ചെയ്യും. ഹോമം വേണം. പേടിക്കണ്ട. എന്താ? എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ അറിയാനുണ്ട്. എന്ത് സത്യങ്ങൾ? കുറച്ച് പച്ചയായ സത്യങ്ങൾ അറിയാം. ആ അങ്ങനെ രാകേഷിന് എന്തൊക്കെ സത്യങ്ങൾ അറിയണ്ടേ? നമ്മുടെ മീരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നമില്ലേ ഇപ്പോൾ? മീരയ്ക്കോ? എന്ത് പ്രശ്നം? എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. അവൾ ആകെ മൊത്തം ഒന്ന് മാറിയിട്ടുണ്ട്. അവളുടെ ബിഹേവിയർ മൊത്തം ഒരു വിപ്ലവാത്മകരമായിട്ടുണ്ട്. അതിലൊരു അപകടമുണ്ട്. എന്താ അപകടം? അവൾക്ക് ക്യൂബൻ ചൈനീസ് കമ്പനികളായിട്ട് ബന്ധമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെ തോന്നിയോ? ക്യൂബൻ ചൈനീസ് കമ്പനികളോ? എൻ്റെ സംശയം അവൾ എന്തൊക്കെയോ ചാരപ്രവർത്തനം ഇവിടെ ചെയ്യുന്നുണ്ട്. അതെന്ത് പ്രവർത്തനം? ചാരപ്രവർത്തനം നീ ആ വാക്ക് കേട്ടിട്ടില്ലേ മായെ? രാകേഷിന് എന്താ സംശയം? രാകേഷിന് എന്തൊക്കെ സംശയം ഉണ്ടെന്ന് നേരിട്ട് ചോദിച്ചോളൂ. എന്തിനാ ഈ രഹസ്യാന്വേഷണം? നീ എന്നെ കൽപ്പിച്ച് നോക്കൊന്നും വേണ്ട, ഞാനാണ് മീരയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എടാ വഞ്ചക. അതെ, കൂടുതൽ കണ്ണുരുട്ടി പേടിപ്പിക്കല് രാകേഷെ. കണ്ണു രണ്ടും താഴെ വരും. രാകേഷിന് ഇപ്പൊ എന്താ സംശയം? എനിക്കേതോ ക്യൂബൻ ചൈനീസ് കമ്പനിയായിട്ട് ധാരണ എന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാനും മായി സംസാരിക്കുന്നത് രാകേഷ് കേട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം മാത്രമായിട്ട് കണ്ടാൽ മതി. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ മാനേജ്മെന്റിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു കാണും? ഞാനങ്ങനെ അധികമായിട്ടൊന്നും പറയാറില്ല, പിന്നെ ഇവൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. എടാ തുടരെ ഇങ്ങനെ ഒറ്റ കൊടുക്കാതെ കുലം കുത്തി. അപ്പൊ ദാ അത്രേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത സംശയം ഞാൻ എന്തിനാണ് കൃഷ്ണ സാറിന്റെ ക്യാബിൽ കയറിയത് എന്നായിരിക്കും. മീര അതൊരു സംശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ. ഞാൻ ക്യാബിൽ കയറിയത് വൈഫൈയുടെ പാസ്വേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അതിന്റെ ആക്സസ് ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ ആ മീരയുടെ അടുത്ത് പറഞ്ഞത്, ഇപ്പം അവൾ ക്യാബിനിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട ആ റീസൺ എന്നുള്ളത്. ഇനിയിപ്പം ആക്സസ് ഇല്ലാത്ത പാസ്വേഡ് എടുത്തു എന്ന് പറഞ്ഞ് ഇനി അത് വലിയൊരു പ്രശ്നമാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കള്ളം പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് രാകേഷ് ചോദിച്ചപ്പോൾ ഞാൻ ഇത്തിരി തപ്പിത്തടഞ്ഞവിടെ നിന്നത്. അതിന് ഇത്രയും ചിന്തിച്ചു കൂട്ടുന്നു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഓ അപ്പൊ അതായിരുന്നല്ലേ കാര്യം. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാണ് നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയത്. ഇതിലിപ്പോ നിന്റെ ജോലി സമയം കുറെ കളഞ്ഞു, ഇവരുടെ ജോലി സമയം കുറെ കളഞ്ഞു. ഇപ്പൊ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? നീ പോയി പണിയെടുത്തോളൂ. എന്നാ ശരി, ഒന്ന് ആ